പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു. അപ്പൊ നമുക്ക് 21st സെഞ്ചുറിയില് സ്റ്റീവൻ ബ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റ് ഒരു കാര്യം കണ്ടുപിടിച്ചു. അതിലെന്താ പറഞ്ഞേക്കെന്ന് അറിയാവോ? പറഞ്ഞു കൊടുക്കണേ വയററിയാതെ തിന്നിട്ട് ഒരുപാട് എക്സർസൈസ് ഇട്ട് വല്ല കാര്യമുണ്ട് ഇല്ലേ? അതാണ് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ, ഒരുപാട് തിങ്സ്. നമുക്കൊരു പ്രോപ്പർ ട്രെയിനിങ് വേണം. ഹെൽത്ത് കെയർ കൺസേർട്ടിയത്തിന്റെ ഒരു സപ്പോർട്ട് വേണം. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും പല ടൈപ്പ് ബോഡിയാണ്, പല ടൈപ്പ് സിറ്റുവേഷൻസ് ആണ്. എന്തുട്ടെന്റെ പാഞ്ചി പറയണേ, താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സസൈസ് പ്ലാനും ഡയറ്റ് പ്ലാനും ആണ് ഇവര് ഫോളോ ചെയ്യേണ്ടത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നത്. ഒരു ട്രെയിനർ എന്നുള്ളതല്ലേ താങ്കളുടെ അടുത്തൊരു നടൻ വന്നു വെച്ചു, ഒരു താരം താങ്കൾ നിർദ്ദേശിക്കുക. ജൂൺ ജൂലൈ മാസത്തിലുള്ള കമ്പനിയുടെ പെർഫോമൻസ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. പ്ലീസ് പ്ലേ ദ ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും കൂടിയും ആളുടെ പോസ്റ്റേഴ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റായി നോക്കിയിട്ട് ആൾക്ക് വേണ്ട എക്സസൈസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും കൂടിയും എക്സസൈസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അത് ഞാൻ കൂടെ നിന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിക്കും. ഇത് കലാപരല്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. അവര് പറയണ കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഡോക്ടർ, ഡയറ്റീഷ്യൻ, ലെവൽ 3 സർട്ടിഫൈഡ് ട്രെയിനർ, ഫിസിഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. ഇതെല്ലാവരും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.